വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിഫറൻഷിയേഷനാണ്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള 2 ഫോർമുല വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ കുറച്ച് സിമ്പിളാക്കി കിട്ടാൻ പറ്റിയാലോ. പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓക്കെ ഇതാണ് വ്യത്യാസം, ഇങ്ങനെ ആയിരിക്കാം എന്ന് കുറച്ചൊരു ഐഡിയ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള 2 ഫോർമുല മെയിനായിട്ട് നോക്കുന്നുണ്ട്. ആദ്യത്തേത് കോൺസ്റ്റൻറ്റ് റൂളാണ്. അതായത് നമ്മളൊരു കോൺസ്റ്റൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും 0 ആയിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് മാത്രമുള്ള കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സി ആണ് നമ്മൾ കോൺസ്റ്റൻ്റ് എടുക്കുന്നത്. അപ്പം സിയുടെ ഡിവൈഡ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. രണ്ടാമത്തത് പവർ റൂള്. അപ്പോൾ നമുക്കൊരു എക്സ് റേസ് ടു എൻ വേരിയബിൾ റേസ് ടു സം പവർ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റേസ് ടു n-1. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഈ എക്സിൻ്റെ പവർ ഏതാണോ ആ പവറിന് നമ്മൾ മുന്നോട്ട് എഴുതുക, ആ എന്നിന് നമ്മൾ ആദ്യം എഴുതി എക്സിൻ്റെ മുന്നിൽ, എന്നിട്ട് എക്സ് റേസ് ടു n-1 ആ പവറിൽ നിന്ന് ഒരു 1 കുറയ്ക്കുന്നു. അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾസിലോട്ട് പോകാൻ വേണ്ടി. ആദ്യത്തെ എക്സാമ്പിൾ നമുക്കൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. y is equal to 5x³ plus 4x² minus 8x plus 3. ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പവർ എക്സ് ടേംസ് വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഈ 5 ഉണ്ടല്ലോ, ഈ നമ്മുടെ എക്സ് ടേമിൻ്റെ കൂടെ വരുന്ന 5 നമുക്ക് അതേപോലെ എഴുതാം. അപ്പോൾ dy/dx ഡിഫറൻഷ്യൽ എടുക്കുകയാണ്, 5 അവിടെ തന്നെ എഴുതി. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, n ഇൻറ്റു എക്സ് റേസ് ടു n-1. അപ്പോൾ ആദ്യം നമ്മൾ ഈ പവർ എന്നിനെ മുന്നോട്ട് എഴുതണം. അപ്പോൾ 5 അവിടെ വെച്ചു, 5 ഇൻറ്റു ഈ 3 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 3 എഴുതി. അപ്പം 5 times 3. ഇനി അടുത്തത് എന്താണ്, എക്സ് അവിടെ എഴുതി, n-1 എക്സ് റേസ് ടു, ഇവിടെ n എന്താണ് 3 - 1. അപ്പോൾ 5 times 3 ഇൻറ്റു എക്സ് റേസ് ടു 3 - 1 എന്ന് വന്നു. അപ്പോൾ അടുത്ത ടേം പ്ലസ് 4x² അല്ലേ, 4 അവിടെ തന്നെ എഴുതി. എന്താ ഇവിടെ ചെയ്യേണ്ടത്, x². അപ്പോൾ ഇവിടുത്തെ n ടേം 2 ആണ്, 2നെ മുന്നിലോട്ട് കൊണ്ടുവന്നു, എക്സ് റേസ് ടു 2 - 1 എന്ന് എഴുതി. അടുത്തത് -8x, -8 അവിടെ എഴുതി. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1 ആണ്, ആ 1 - 1. പിന്നെ അടുത്തത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് 3. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, 0 എന്നാണ് നമ്മൾ പറഞ്ഞത്, അത് 0 എഴുതി. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 5 times 3 15, എക്സ് റേസ് ടു 3 - 1 x² 15x² പ്ലസ് 4 times 2 8, എക്സ് റേസ് ടു 2 - 1 x 8x മൈനസ് 8 ഇൻറ്റു എക്സ് റേസ് ടു 1 - 1 എക്സ് റേസ് ടു 1 - 1 എക്സ് റേസ് ടു 0. എനി ടേം റേസ് ടു 0 is equal to 1. അപ്പം അത് 1 ആയി. സോ 8 times 1 -8. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഇക്വേഷൻ്റെ ഇത് ചോദിക്കുമ്പം നമ്മൾ എപ്പോഴും നമുക്ക് y is equal to എന്ന് പറഞ്ഞ് തരണമെന്നില്ല. ചില സമയം നമ്മളതിനെ മാറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്ന f(x) is equal to എന്നാണ്. f(x) ആണെന്ന് ഓർത്ത് നമ്മൾ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല, നമ്മൾ നേരെ ഡിഫറൻഷ്യൽ തന്നെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പം f(x)ൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ f'(x) എന്ന് എഴുതുന്നു മാത്രം. അപ്പം നമുക്ക് നോക്കാം. f(x) is equal to 2 ഇൻറ്റു എക്സ് റേസ് ടു 4 - 6x plus 1. നേരത്തെ പോലെ തന്നെയാണ്, 2നെ നമ്മൾ അവിടെ തന്നെ വെക്കുന്നു. ഇനി ഇതാണല്ലോ നമ്മുടെ ടേം, എക്സ് റേസ് ടു ടേം, എക്സ് റേസ് ടു 4 എക്സ് റേസ് ടു n. അതെങ്ങനെ എഴുതും, n ഇൻറ്റു എക്സ് റേസ് ടു n-1, n ഇൻറ്റു 4 ഇൻറ്റു എക്സ് റേസ് ടു n-1, 4 - 1 3. അപ്പോൾ 2നെ അവിടെ തന്നെ വെച്ചു, 4x³ മൈനസ് 6 ഇൻറ്റു എക്സ് റേസ് ടു 1 - 1 6 ഇൻറ്റു എക്സ് റേസ് ടു 1 - 1 1 - 1 0 എക്സ് റേസ് ടു 0 1 പ്ലസ് 1ൻ്റെ എന്തായിരിക്കും 0. അപ്പോൾ f'(x) എന്ന് പറയുന്നത് 8x³ മൈനസ് 6 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി നമ്മൾ തേർഡ് എക്സാമ്പിളിലോട്ട് പോവാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് y is equal to 3x² പ്ലസ് 4/x - 2. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ കുറച്ചുകൂടി സ്ട്രീറ്റ് ഫോർവേഡ് ആണ്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് എക്സ് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നെയും ഈ ഡിനോമിനേറ്ററിൽ എക്സ് നമ്മളൊരു പവർ ടേം ആയിട്ട് എഴുതാൻ പോവാണ്. ഡിനോമിനേറ്ററിൽ എക്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഇൻറ്റു -1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ളതിന് തുല്യമാണല്ലോ. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതാൻ പോവാം. 3x² പ്ലസ് 4 ഇൻറ്റു എക്സ് റേസ് ടു -1 എക്സ് റേസ് ടു -1 ആണ് 1/x. അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചിട്ട് ഇങ്ങനെ എഴുതുന്നു, -2 എന്നാക്കി. ഇനി എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ dy/dx is equal to 3 ഇൻറ്റു 3നെ അവിടെ തന്നെ വെച്ചു, x² എന്ന് പറയുന്നത് എന്താണ്, n. അതിന് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ എന്താണ്, n എക്സ് റേസ് ടു n-1. അപ്പോൾ 2നെ ഇവിടെ കൊണ്ടുവന്നു, എക്സ് റേസ് ടു n-1 2 - 1 എന്ന് എഴുതി. ഇനി പ്ലസ് 4 ഇൻറ്റു n എന്താണ് -1 ഇൻറ്റു എക്സ് റേസ് ടു n-1 -1 -1. ഇത് കോൺസ്റ്റൻ്റ് അല്ലോ, അത് 0 ആയി. സിംപ്ലിഫൈ ചെയ്യാം. 3 times 2 6 x 2 - 1 x പ്ലസ്
ഇനി 4 ഇൻറ്റു -1 -4 എക്സ് റേസ് ടു -1 -1 -2 സിംപ്ലിഫൈ ചെയ്യാം. 6x - 4 ഇൻറ്റു എക്സ് റേസ് ടു -2. ഈ -2നെ നമ്മൾ ഡിനോമിനേറ്റർ ഇത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഡിനോമിനേറ്റർ ആക്കി എഴുതാൻ വേണ്ടി 6x - 4 ഡിവൈഡ് ബൈ x² എന്ന് എഴുതി. സിംപ്ലിഫൈ ആയി. അപ്പോൾ നാലാമത്തെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. f of x is equal to 2√x - 5/x². അപ്പോൾ നമ്മൾ നേരത്തെ പലതരത്തിലുള്ള എക്സാമ്പിൾസ് കണ്ടു, സ്ട്രെയിറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കണ്ടു, ഡിനോമിനേറ്ററിൽ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി വരുവാണ്. ഡിനോമിനേറ്ററിലും ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടിലുണ്ട്. ഈ സ്ക്വയർ റൂട്ടിലുള്ള എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു പവർ ടേം ആയിട്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 1/2 തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പവർ ടേം ആയിട്ട് നമ്മൾ എഴുതാൻ പോകണം. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -5 ഇൻറ്റു ഇതിനെ മുകളിലോട്ട് എടുക്കണമല്ലോ, എക്സ് റേസ് ടു -2 എന്ന് എഴുതി. അപ്പോൾ നമ്മളതിന് ഒരു പവർ ടേം സീരീസ് ആയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി. f of x is equal to 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -5 ഇൻറ്റു എക്സ് റേസ് ടു -2 എന്ന് എഴുതി. ഇനി നമ്മൾ അതിന് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുകയാണ്. f dash of x 2 ഇൻറ്റു 2നെ നമ്മൾ അവിടെ തന്നെ വെച്ചു ആസ് യൂഷ്വൽ നേരത്തെ പോലെ. ഇനി അടുത്ത എന്താണ് സംഭവം? n ഇൻറ്റു എക്സ് റേസ് ടു n -1. n എന്താണ്? 1/2. 2 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -1 മൈനസ് 5നെ അവിടെ തന്നെ വെച്ചു ഇൻറ്റു n ഇൻറ്റു -2 ഇൻറ്റു എക്സ് റേസ് ടു n -1 -2 -1. അപ്പോൾ എന്ത് വന്നു? എക്സ് റേസ് ടു 1/2 -1 ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി. 5 2s are 10 എക്സ് റേസ് ടു -3 എന്ന് വന്നു. അപ്പം ഹാഫ് -1 എന്താണ്? പകുതിയിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് പകുതി വന്നത്. അപ്പോൾ എക്സ് റേസ് ടു -1/2 പ്ലസ് 10 റേസ് ടു -3. അപ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് എഴുതാൻ വേണ്ടി 1 ഡിനോമിനേറ്റർ എഴുതുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആവുക. അതുപോലെ ഇവിടെ ഹാഫ് ആണ്. അപ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ടാണ്. 1/√x പ്ലസ് 10 ഡിവൈഡഡ് ബൈ x³ എന്ന് വന്നു. സിംപ്ലിഫൈ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കുവാണ്. y is equal to, ഇവിടെ നമുക്ക് രണ്ട് ബ്രാക്കറ്റ് ടേംസ് ആണ് നിൽക്കുന്നത്. 2x + 1 ഹോൾ, അത് ഫുൾ ബ്രാക്കറ്റിൽ, അടുത്തത് x - 3. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം, സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. ഒരു തോണി വരച്ച പോലെ ഇല്ലേ? അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ വേണം നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ. അതായത് എല്ലാ ടേംസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്താം. ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം 2x², ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം -6x. നമ്മൾ സൈനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് എക്സ്, സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം -3. ഇനി നമ്മൾ ഒരു സിമ്പിൾ ഇക്വേഷനായി നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുകയാണ്. dydx is equal to 2 ഇൻറ്റു മുകളിലത്തെ n 2 എക്സ് റേസ് ടു 2 - 1 2 - 1 1 മൈനസ് 6 എക്സ് റേസ് ടു 1 - 1 0 ആണ്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി. പ്ലസ് എക്സിന് പകരം 1 3 0 ആയിട്ട് മാറി. ഇസ് ഈക്വൽ ടു 4x - 6 + 1 4x - 5. സിംപ്ലിഫൈ ആയേ. ഇനി അടുത്ത എക്സാമ്പിൾ. f of x is equal to 4x³ + 1 ഡിവൈഡ് ബൈ x. അപ്പോൾ മൊത്തത്തിലാണ് ഈ എക്സിൻ്റെ ഡിനോമിനേറ്റർ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകും, നമുക്ക് പവറായിട്ട് എഴുതുമ്പോഴാണ് നമുക്കിത് ഡിഫറൻഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ പവറായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം ഈ 4x³ + 1 ഡിവൈഡ് ബൈ x, ഈ എക്സിനെ നമ്മൾ രണ്ട് ടേമിനായിട്ട് വീതിച്ചു കൊടുക്കാൻ പോവാണ്. ഈ എക്സിന് ഇതിനും കൊടുക്കുന്നു, ഈ എക്സിന് ഇതിനും കൊടുക്കുന്നു. കാരണം കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതും 4x³ ഡിവൈഡ് ബൈ x പ്ലസ് 1 ഡിവൈഡ് ബൈ x. രണ്ടിനും അങ്ങ് വീതിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിനെ പവറായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുവാണ്. എക്സിനെയും ഈ x³ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് x² എന്ന് എഴുതാമല്ലോ. 4x² എന്ന് എഴുതി. ഇനി പ്ലസ് 1/x. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ടേംസ് ആയാലും നേരത്തെ പോലെ. ഇനി നമ്മളതിൻ്റെ ഡിഫറൻഷ്യൽ f dash of x എഴുതാൻ പോവാണ്. 4 ഇൻറ്റു n ഇൻറ്റു എക്സ് റേസ് ടു n - 1 4 ഇൻറ്റു 2 ഇൻറ്റു എക്സ് റേസ് ടു 2 - 1 അതെന്താണ് 8x പ്ലസ് എക്സ് റേസ് ടു -1 ആണ് ഇത്, എക്സ് റേസ് ടു -1 -1 അപ്പം 8x പ്ലസ് എക്സ് റേസ് ടു -2. ഇനി നമ്മുടെ ഇക്വേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പോവാണ്. ഡിനോമിനേറ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് ഇരുന്നത് അതുപോലെ തന്നെ അതിനെ നമ്മൾ റൂട്ടിലും എഴുതാൻ പോവാണ്. അപ്പം ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പല യൂട്യൂബ് ചാനൽസിലും പല എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തതിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണ്, ഇതെങ്ങനെയല്ലല്ലോ സോൾവ് ചെയ്ത് തരുക, എനിക്ക് വേറെ രീതിയിലാണ് എന്ന് തോന്നുവാണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബുക്സിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സസ് വഴി ഒന്നുകൂടി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം ഞാൻ ഇപ്പോൾ ഡിഫറൻഷ്യലിൻ്റെ പല എക്സാമ്പിൾസ് സെർച്ച് ചെയ്യുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ചിലർ ചെയ്തിരിക്കുന്നത് അത് ചെയ്ത് വന്ന രീതി വെച്ച് ഫൈനൽ ആൻസർ എനിക്ക് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ആണ് കറക്റ്റ് എന്ന് വെരിഫൈ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ചിലപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് തെറ്റുപറ്റി. ഇപ്പം ഞാനിവിടെ 5x എന്ന് എഴുതാൻ വിചാരിച്ചെടുത്ത് ചിലപ്പോൾ 8x എന്നറിയാതെ എഴുതി പോയിട്ടുണ്ടാവും. പറഞ്ഞു വരുമ്പോൾ അത് പറഞ്ഞിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക്
നമുക്ക് ശരിയാണ് ഇത് ഞാൻ ചെയ്തത് വെച്ച് ഇങ്ങനെയല്ലേ വരേണ്ടത് എന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി വേറൊരു സോഴ്സ് വഴി നോക്കുക. ഇത് രണ്ടും സെയിം ആണെന്ന് തോന്നുവാണെങ്കിൽ എത്ര ലൈക്കുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞാലും അവർക്ക് തെറ്റുപറ്റിയതാവാം. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെങ്കിൽ നമുക്കത് വെച്ച് മുന്നോട്ട് പോകാം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, കറക്റ്റ് ആണോ എന്ന് ചോദിക്കുക, വെരിഫൈ ചെയ്യുക. നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞ് ഇത് 35K ലൈക്കുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഇവർ പറയുന്നത് എന്തായാലും ശരിയായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ആർക്കും ഏത് വീഡിയോയിലും തെറ്റുപറ്റാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോവാം. അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. y is equal to 2x³ - 4 ഡിവൈഡ് ബൈ √x. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഡിനോമിനേറ്ററിനെ 2 പേർക്കായിട്ട് കൊടുക്കുകയാണ്. 2x³ ഡിവൈഡ് ബൈ √x - 4 ഡിവൈഡ് ബൈ √x. ഇനി 2 ഇൻറ്റു എക്സ് റേസ് ടു എക്സ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരാം. 2x³ ഇൻറ്റു എക്സ് റേസ് ടു -1/2 - 4 ഡിവൈഡ് ബൈ √x. 2 ഇൻറ്റു എക്സ് റേസ് ടു 3. ഇപ്പോൾ 2 ഇതിനുള്ളപ്പോൾ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. 3 + -1/2 - 4/√x. ഇനി 2 ഇൻറ്റു എക്സ് റേസ് ടു ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 6 ആക്കി. 6 - 1 ഡിവൈഡ് ബൈ 2 -4 ഇൻറ്റു എക്സ് റേസ് ടു -2. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളൊരു സിമ്പിൾ ഫോർ ടേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2 ഇൻറ്റു എക്സ് റേസ് ടു 5/2 -4 ഇൻറ്റു എക്സ് റേസ് ടു -1/2. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 2 ഇൻറ്റു n 5/2 ഇൻറ്റു എക്സ് റേസ് ടു n-1 5/2 -1 -4 ഇൻറ്റു n -1/2 ഇൻറ്റു എക്സ് റേസ് ടു n-2 -1/2 -1. ഈ 2 2 ക്യാൻസലായി. അപ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് 5 ഇൻറ്റു എക്സ് റേസ് ടു 5/2 -1. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 1നോട് 2 മൾട്ടിപ്ലൈ ചെയ്തു. 5 - 2 ഡിവൈഡ് ബൈ 2 3/2. ഓക്കെ, പ്ലസ് വരാൻ കാരണം ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. 4 ഈ 2ഉം ഈ 4ഉം ക്യാൻസലായ 2 ആവുമല്ലോ. അപ്പം 2 ന്യൂമറേറ്റർ വന്ന് 2 ഇൻറ്റു എക്സ് റേസ് ടു -3/2. ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് ആൻസർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മളൊന്നുകൂടി നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.